സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. യേശുവിന്റെ സ്നേഹം യേശുവിന്റെ അടുക്കൽ വന്നാൽ അത് ജീവൻ തരും. അതാണല്ലോ കഴിഞ്ഞ രാത്രികാലവും നമ്മൾ കേൾപ്പിച്ചത്. പഴയ നിയമത്തിന്റെ ആ നമ്മൾ കണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ കണ്ടല്ലോ. തേജസ്സിന്റെ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ. ഒന്ന് ജീവിപ്പിക്കുന്നു, മറ്റേത് കൊല്ലുന്നു. സ്തോത്രം. എന്താണ് ഇതിനെ തേജസ്സേറിയ ശുശ്രൂഷയാക്കുന്നത്? അത് നമുക്ക് നീതീകരണം വരുത്തുന്നു. ആ കൊരിന്ത്യർ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായിരുന്നു. 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ തന്നെ നീതീകരണം വരുത്തുന്നു. അതുകൊണ്ടാണത് തേജസ്സേറിയത്. ആ എബ്രായ ലേഖനം തന്നെ 12:24 പറയുന്നുണ്ട്, നമ്മൾ എവിടാ വന്നിരിക്കുന്നത്? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് തേജസ്സേറിയ ശുശ്രൂഷയാകുന്നത്, മറ്റൊന്നുമല്ല. യേശുവിന്റെ രക്തത്തെ നമ്മൾ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തരുത്. സ്തോത്രം. സ്തോത്രം. ഈ രാത്രികാലവും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കുമായിരിക്കാം. കർത്താവിന്റെ വരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് മുതൽ ചില ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സ്വർഗീയ കോടതിയെ കുറിച്ച് നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് പറയാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെയായിരുന്നാൽ നിങ്ങൾ എത്ര പേര് കോടതിയെ കുറിച്ച് ദൈവവചനത്തിനകത്തൊന്ന് കേട്ടിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കോടതിയെ പറ്റി പറഞ്ഞ് 1996 ഞാൻ രക്ഷിക്കപ്പെട്ട് കുറച്ച് ദിവസം, ഒരു മാസം 2-3 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് പിണങ്ങി അവർ രണ്ടുപേരും ഡിവോഴ്സായി. ഞാൻ അറിയുന്നത്, ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലോട്ട് ഈ സഹോദരിയോട് വന്ന് ഞാൻ ട്രാഷ് കളയാൻ ചെന്നെ പുള്ളിക്കാരത്തെ അവിടെ വന്ന് എൻ്റെ മുന്നോട്ട് കൊണ്ട് വണ്ടി നിർത്തി, അച്ഛൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നപോലെ ആന്ന് പറഞ്ഞ്. ഒടുവിൽ അവസാനം ഇവരെ പാസ്റ്ററെ വിളിപ്പിച്ച് സുവിശേഷം പറഞ്ഞ് ഇവരെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ഇവർ വിവാഹം കഴിക്കാനും തീരുമാനമെടുത്തു രണ്ടാമത്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, പല ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ അച്ഛൻ വരുന്നുണ്ട്, എനിക്കറിയത്തില്ല എന്തോ അച്ഛനോട് പറയേണ്ടത്. ഞാൻ ആ ദിവസങ്ങളിൽ എൻ്റെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ടൊക്കെ കഴിയുവാണ്. പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ വരുന്നുണ്ട്, അച്ഛനോട് ഇത്രയും പറഞ്ഞു വെച്ചാൽ മതി. ഞാൻ ഈ ലോകത്തിന്റെ കോടതി ഞങ്ങൾ വേർപിരിയാനായിട്ട് തീരുമാനിച്ചു. ഞാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതിയുടെ തീരുമാനം അനുസരിച്ചിട്ട് ജഡ്ജ്മെന്റ് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് കല്യാണം കഴിക്കണമെന്നും ഞങ്ങൾ സ്നാനപ്പെടണമെന്നും സുപ്രീം കോടതിയുടെ വിധിയാണ്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അച്ഛൻ കയറി വന്നു, മോളെ എന്തുകൊണ്ട് വിശേഷം, നിങ്ങളെന്താ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ സുപ്രീം കോടതി കേസ് കൊടുത്തു, ആ കേസിന്റെ വിധി വന്നു, അച്ഛൻ അതിനകത്തിൽ വല്ല എതിര് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ 5 മിനിറ്റ് പോലും വരുന്നില്ല. കോടതിയുടെ വിധിയാണെന്ന് കേട്ടപ്പോഴേ അച്ഛനെ ഇറങ്ങി ഓടി. അങ്ങനെ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി എങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിപ്പിച്ചത്. അതിനുശേഷം 2019 തീരാറായ സമയത്ത് ഞാൻ ന്യൂ ഇയർ മെസ്സേജിന് വേണ്ടി കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്ന അവസരത്തിന് ഒരു ദിവസം വെളുപ്പിന് കോടതിയെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് എനിക്ക് ദൈവാത്മാവ് തന്നു. എന്നാൽ ഞാൻ ഈ എബ്രായ ലേഖനം 2008 മുതൽ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെ പോയി, പക്ഷെ നിന്റെ കോടതിയാണ് എന്നുള്ളത് അങ്ങ് മറന്ന് ആ രീതിയിലല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ വാക്യം വായിച്ചാട്ടെ. ഞാനിപ്പം നമ്മുടെ ഈ ഇതിനകത്ത് വാട്സപ്പിലെല്ലാം ഒരു പിക്ചർ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ഇതിനകത്ത് കാണാൻ സാധിക്കും. വാക്യം വായിച്ചാട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ.
പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. താങ്ക് യു. ഞാനിത് അനേക പ്രയർ ലൈനിൽ 2008 മുതൽ 2010 2012 പ്രയർ ലൈനുകളിലെല്ലാം അവരെ കൊണ്ട് പടം വരപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പടം വരച്ച് ഞാനിങ്ങനെ ഓടി പ്രസംഗിക്കാൻ പോവല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ അതുപോലെ അവരെ കൊണ്ട് പടം വരപ്പിച്ച് ഇത് നിങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് മോശ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോണം, അല്ല എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ എവിടെയാണ് എന്നുള്ളതാണ് ലേഖനകർത്താവ് നമ്മളോട് പറയുന്നത്. അതിനകത്ത് 23-ാമത്തെ വാക്യത്തിനകത്ത് നിങ്ങളൊന്ന് നോക്കിക്കാട്ട്. ഒരു പ്രാവശ്യം കൂടെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. മതി. അവിടെ നിങ്ങളൊരു ന്യായാധിപതി, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി എന്ന് കണ്ടു. അതാണ് ജഡ്ജ്. ന്യായാധിപതി എന്ന് പറയുന്നതാണ് ജഡ്ജ്. നിങ്ങൾക്ക് അത് ആ പിക്ചർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളത് ആ പിക്ചർ കാണണം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ച് പിന്നീട് ഓരോന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒരു ന്യായാധിപതി ഉണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരം വരാത്ത അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിനും ഒരു, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും വൈദ്യനർക്ക് ചെല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടെ കൊടുക്കുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. എന്തുവാ? ഒറ്റമൂലി പ്രയോഗം. ഈ കർത്താവിനൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു ഒറ്റമൂലിയുമായിട്ടാണ് എല്ലാവരും നടക്കുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഒറ്റമൂലി. മക്കളെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഓരോന്നിനും എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, അല്ലാതെ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ പ്രാർത്ഥിക്കണം, അധികാരത്തെ പ്രാർത്ഥിക്കേണ്ടത് അധികാരത്തെ പ്രാർത്ഥിക്കണം. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. നമ്മളിപ്പോൾ എവിടെയായിരിക്കുന്നു? ന്യായാധിപന്റെ മുന്നിൽ എന്തിനാണ് നമ്മൾ കൊണ്ടുവന്നത്? അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് മുമ്പ് ആ ന്യായാധിപനെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. റെവലേഷൻ 19-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചാണ്. ഇരുന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അനന്തരം സ്വർഗം തുറന്ന്, നിങ്ങൾ ഇത് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇപ്പൊ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണണം. അതെങ്ങനെയാണ് സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നതെന്ന് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വാക്യം വായിച്ചാട്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. അപ്പം നമ്മള് ഈ ഒരു ഭാഗം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് കണ്ട ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ ദൈവം നമ്മളോട് പറയുന്നു, നമ്മൾ എന്ത് കാണണം? സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇനി നിങ്ങൾ ചിന്തിച്ച്, എന്തിനാണ് ദൂതന്മാർ കയറുന്നത്, എന്തിനാണ് ദൂതന്മാർ ഇറങ്ങുന്നത്? ഇതെല്ലാം വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. ദൂതന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എബ്രായ ലേഖനത്തിൽ കൂടെ അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ. അപ്പം ഈ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. നമ്മുടെ
നമ്മുടെ പ്രാർത്ഥന ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ഉയരത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നു. ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അതിപ്പോ വിശദീകരിക്കുന്നില്ലെന്നുണ്ടെങ്കിലും സ്വർഗം തുറന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണണം. റെവലേഷനകത്തേക്ക് വന്നാണ് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാണണമെന്ന് പറഞ്ഞാൽ മോനച്ചൻ ഭാഷ ഇതെങ്ങനെ ഞങ്ങൾ കാണാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ന്യായാധിപന്റെ അടുക്ക ചെല്ലണോ? കാണണം. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വേണോ? കാണണം. നമുക്ക് ആവശ്യക്കാരന് മാത്രമേ കണ്ണു കാണത്തുള്ളൂ. ആവശ്യമില്ലാത്തവർ ഒരു കണ്ണും കാണത്തില്ല. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, വെള്ള കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന്റെ പേരെന്താണ്? സത്യവാൻ, വിശ്വസ്തൻ എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ എങ്ങനെ വിധിക്കുന്നവനാണ്? നീതിയോടെ വിധിക്കുന്നവനാണ്. അവൻ പോരാടുന്നവനാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അനീതി കണ്ടാൽ അത് ദൈവത്തിന് ഇഷ്ടമാണോ? ഒരിക്കലുമല്ല. നമ്മൾ നീതിക്ക് വേണ്ടിയാണ് കോടതി പോകുന്നത്, നീതി കിട്ടാൻ വേണ്ടി. പക്ഷെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിന്റെ കോടതിയില് അവരൊരു ഇത് വെച്ചിട്ടുണ്ട്, പിക്ചർ വെച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടുണ്ട്, സിമ്പലോ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ പിടിച്ചോണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടാൽ അറിയാം. അതിന്റെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ണ് മൂടിക്കെട്ടി എന്ന് പറഞ്ഞാൽ നീതി കാണാനുള്ള കണ്ണ് ഈ ലോകത്തിന്റെ കോടതിക്കില്ല. നീതി ന്യായ കോടതിയൊക്കെ ആണെന്നൊക്കെ പറയും, പക്ഷെ നീതി കാണത്തില്ല. എന്നാൽ നീതി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, സ്വർഗീയ കോടതി. ആ കോടതിയുടെ പ്രത്യേകതകളാണ് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ കോടതിയുടെ പ്രത്യേകത എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ 8-9 വാക്യം വായിച്ചാട്ട്. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. അപ്പം ഇനി നിങ്ങള് ചിന്തിച്ചു കൊള്ളണം, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? നീതിയുടെ ചെങ്കോൽ. നീതിയുടെ ചെങ്കോൽ. ഈ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. ഇനി ഒന്ന് ചിന്തിച്ച്, നമ്മുടെ ദൈവമക്കൾ എത്ര പേര് പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഷ്ടത ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആര് തന്നെന്നാ പറയുന്നത്? ആര് തന്നെന്നാ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആർക്കാ കംപ്ലൈന്റ് കൊടുക്കും നിങ്ങൾ? ദൈവത്തിന്. അവന് നീതിയെ ഇഷ്ടപ്പെടുന്നവനോ അനീതിയെ ഇഷ്ടപ്പെടുന്നവനോ ഏതാണ്? 89-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. അപ്പോ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്തിൻ്റെതാണ്? നീതിയുടെയും ന്യായത്തിന്റെയും ആണ് സിംഹാസനത്തിന്റെ അടിസ്ഥാനം. ദയയും വിശ്വസ്തതയുമാണ് ദൈവത്തിന്റെ മുൻപിലുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ വേണേലും വിശ്വസിക്കാം. ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എല്ലാ ഉത്തരവാദിത്വം കർത്താവിനാണ് എന്ന് പറയുമ്പോൾ അത് കർത്താവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരു പ്രതിയോഗിയെ കാണിക്കാം. കർത്താവ് കോടതി പോകണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ഞാൻ വരാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എടുത്താട്ട് കോടതി കണ്ടതിന് ശേഷം പിന്നെ കോടതിയുടെ കേസ് ഇതിനകത്ത് പോയാൽ മതിയല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 21 മുതൽ താഴോട്ട് അങ്ങോട്ട് വായിച്ചാട്ട്. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനാ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും.
സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. മതി. കുല ചെയ്യരുത് എന്ന് ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവികന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം വന്ന് ജീവനോടിരിക്കുമ്പോഴാണോ ന്യായവിധിക്ക് യോഗ്യനാകുന്നത്? നിങ്ങൾ ചിന്തിച്ചു. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നതിനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കോപിച്ചാൽ നമുക്കതുണ്ടോ? ഉണ്ട്. നിസാര എന്ന് പറഞ്ഞാലോ? നിസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫൂൾ എന്നാണ് ഇരിക്കുന്നത്. എവിടെ പോകേണ്ടി വരും? ന്യായാധിപ സഭയുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കോടതി ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന്. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് ഇരയാകുമെന്ന്. അപ്പൊ കോടതിയും ജഡ്ജും ഒക്കെ എവിടെയാണ്? മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ ജീവനോടിരിക്കുമ്പോഴത്തെ കഥയാണോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു കർത്താവ്? ആരെങ്കിലും 1-2 പേര് പറഞ്ഞേ, മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ ഇപ്പോഴത്തെ കഥയാണോ? ജീവനോടിരിക്കുമ്പോ. ആഹാ. അപ്പൊ ജീവനോടിരിക്കുമ്പോ കോടതി പോകേണ്ടി വരും അല്ലേ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പൊ കോടതി ഉണ്ടെന്നും കോടതി പോകേണ്ടി വരുമെന്നും നിങ്ങളോട് പറഞ്ഞത് ഞാനല്ലേ, യേശുവാ പറഞ്ഞത്. അപ്പൊ കോടതി ഉണ്ട്. അടുത്ത വാക്യം വായിച്ചാട്ടെ. 24-25. സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അത് വായിച്ചു കഴിഞ്ഞു. 25-26 കൂടെ വായിച്ചാട്ടെ. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. അപ്പം നമ്മുടെ ന്യായാധിപൻ എന്തിനാ ഇഷ്ടപ്പെടുന്നവനാ? നീതിയെ. ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അപ്പൊ ന്യായാധിപന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞ് നമുക്കൊരു പ്രതിയോഗി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? കർത്താവിന്റെ ദാസനെ ആ പ്രതിയോഗി എന്നുള്ള വേർഡ് ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടെ. 25-ാമത്തെ വാക്യം. Agree with your adversary quickly while you are on the way with him, lest your adversary deliver you to the judge hand you over to the officer and you be thrown into prison. അവിടെ ഇപ്പൊ കണ്ടോ? നിങ്ങൾ ജഡ്ജിനെ കണ്ടു, പ്രിസൺ കണ്ടു, പോലീസ് ഓഫീസറെ കണ്ടു, അല്ലയോ? പ്രതിയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളി, ശത്രു, വിരോധി, സാത്താൻ. അല്ലെന്നുണ്ടെങ്കിൽ വൺ ഹൂ കേസ് അഗൻസ്റ്റ് യു, നിങ്ങൾക്കെതിരായി കേസ് കൊടുക്കുന്ന ഒരാൾ. അത് ലീഗൽ ടേമാണ് അഡ്വൈസറി എന്ന് പറയുന്നത്. എന്താണ് ലീഗൽ ടേം? അപ്പം ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞേ, നമുക്കെതിരായിട്ട് എന്തെങ്കിലും കേസ് കൊടുക്കാൻ ആളുണ്ടോ? എപ്പോഴൊക്കെ കേസ് കൊടുക്കുന്നത്? 24/7 നമുക്കെതിരായിട്ട് എന്ത് കൊടുത്തോണ്ടിരിക്കുക? കേസ് കൊടുത്തോണ്ടിരിക്കുന്നു. അത് നടക്കുന്നു. ഊരിപ്പോരണോ? കോടതി പോകണം. ഹലോ, പല വിഷയങ്ങൾക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത എന്താ? ഇനി നിങ്ങൾ പറഞ്ഞേ, നിങ്ങളുടെ കേസ് കോടതി കിടക്കാന്നുണ്ടെങ്കിൽ കണ്ണുനീരോടെ കരഞ്ഞോണ്ടിരുന്ന പ്രയോജനം ഉണ്ടാവുമോ? ഹലോ, പറ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേ, നിങ്ങളുടെ കേസ് എവിടെ കിടക്കുക? കോടതിയില്. അവിടെ കിടക്കുന്ന ഉടനെ നിങ്ങൾ ഇവിടെ കരഞ്ഞോണ്ടിരുന്നാൽ വക്കീലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കോടതി പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കേസിന്റെ കാര്യങ്ങളെ നേരെ ആക്കേണ്ട ചുമതല ആരുടേതാ? അവരവരുടെ.
ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനുവേണ്ടിയാണ് നമുക്കൊരു കോടതിയുണ്ട്. ഈ നമ്മള് കർത്താവ് തന്നെ പറഞ്ഞു, നമുക്ക് യേശു നമ്മുടെ വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആ മുമ്പേ കണ്ട കോടതിക്കകത്ത് യേശു നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി യേശുവിന്റെ പുണ്യാഹ രക്തമുണ്ട്. ഹാബേലിന്റെ രക്തത്തിന്റെ പ്രശ്നം എന്തുവാ? ഹാബേൽ പ്രതികാരം ചോദിക്കുന്ന രക്തമാണ്. കോടതി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. ഇനി ഞങ്ങൾ നിങ്ങളെ കോടതി വീണ്ടും കാണിക്കാൻ പോകുന്നത് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. കോടതിയിലെ പുസ്തകങ്ങൾ തുറക്കുന്നത് നോക്കണം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒരു അഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഒയ്യോടാ, ഇതെപ്പോഴും ചിന്തിക്കുന്നത് എപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കഥയാണെന്ന് കണ്ടാണ് പലരും ഇരിക്കുന്നത്. എന്നാൽ കർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല, അതിനു മുമ്പേ നമുക്ക് നമുക്ക് ന്യായമായിട്ടുള്ള വിധി കിട്ടണം. അമേരിക്കയിലുള്ള ഒരാളിന്റെ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പക്ഷേ അത് വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വിൽക്കാൻ ഇപ്പൊ പറ്റത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു വിൽക്കാനിപ്പോൾ നിങ്ങൾ അവരോട് അങ്ങനെ വല്ലതും പറയുമോ? ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് അതിനകത്തില് ആരെ താമസിപ്പിച്ചേക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അവരെ പറ്റി അറിയത്തില്ല, അവരുടെ വീടിനെ പറ്റി അറിയത്തില്ല. ഈ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ടെലിഫോണിൽ കൂടെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു അത് എൻ്റെ സ്വന്തം ആൾക്കാരാ, അവരുടെ റിലേഷനാ, അവരുടെ അനിയത്തിയാ. ഞാൻ പറഞ്ഞ അനിയത്തിയാണെങ്കിലും ചേട്ടത്തി അതിന് അവരെ അറിയാൻ തരത്തില്ല. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു അപ്പൊ ആ വീടിനോട് പറയാം, അവളെ ഇറക്കി വിടാൻ പറയാൻ പറഞ്ഞു. ഇവര് കരഞ്ഞു വിളിച്ചോടി നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവര് ഇറങ്ങത്തില്ല. ഇവര് അന്യരെ പോലെ അതിനകത്ത് താമസിച്ചു. നടന്ന സംഭവം ഒക്കെ പറഞ്ഞു, നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ അവർ അന്യരെ പോലെ അവിടെ താമസിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇവര് പ്രാർത്ഥിച്ചു. ഒടുവിൽ ഇവരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം എഫ്സിബ അവർ പറഞ്ഞ സാക്ഷ്യം കേട്ടതല്ലയോ? അവര് കേസ് കൊടുത്തെന്നു കേട്ടായിരുന്നോ? ഏതാ പാസ്റ്ററെ? കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സ്ത്രീ പറഞ്ഞില്ല, ഞാൻ ഒരു ഒരാൾക്ക് ഇതിനായിട്ട് കേസ് കൊടുത്തെന്ന് പറഞ്ഞ കേട്ടായിരുന്നു? അതെ 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 കേട്ടായിരുന്നു. ഇനി അങ്ങനെ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞോ? ഇല്ല. എന്താ പറയാഞ്ഞത്? കേസ് കൊടുത്തു കഴിഞ്ഞു. ഭൂമിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. അതേസമയം സ്വർഗീയ കോടതി കേസ് കൊടുക്കാമായിരുന്നു, അവർ ചെയ്തില്ല. അത് ഇതാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ഈ ഭൂമിയിലെ കോടതിയിലല്ല പോകേണ്ടത്. എവിടെ പോകണം? സ്വർഗീയ കോടതിയിൽ. എന്നെ വിളിച്ചില്ല, എന്നോട് ചോദിച്ചില്ല പാസ്റ്റർ ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന്. ചോദിച്ചിരുന്ന പറഞ്ഞായിരുന്നു നിങ്ങൾ സ്വർഗീയ കോടതി പോകണം. ആ കോടതി പോയാൽ എങ്ങനെയാണ് വ്യവഹരിക്കേണ്ടതെന്ന് പഠിക്കണം. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമ്മുടെ പല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെല്ലാം ഒരേ തരത്തിലുള്ളതല്ല. ഞാൻ നിങ്ങളെ ഇപ്പം നമ്മുടെ സമയം തീരാറാകുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ചില വാക്യങ്ങളൊന്ന് പറഞ്ഞു വിടാൻ പോകണം. 75-ാം സങ്കീർത്തനത്തിനകത്ത് 7-ാമത്തെ വാക്യം, ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ആ വാക്യങ്ങൾ എഴുതിയെടുത്തോളൂ. 50-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം എന്നു, ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൻ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും. അപ്പൊ ദൈവം നമുക്ക് ന്യായാധിപതിയായിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ എത്ര പ്രതികൂലങ്ങളാണ്, ആരെല്ലാം നിങ്ങൾക്ക് എതിരായിട്ട് നിന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും.
അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാദിക്കാൻ പഠിക്കണം, കോടതിയിൽ ചെല്ലാൻ പഠിക്കണം. എങ്ങനെയാണ് കോടതി ചെല്ലേണ്ടത്? അതാണ് തിരുവചനത്തിനകത്ത് പഠിപ്പിക്കുന്നത്. നമ്മള് എല്ലാത്തിനും ഒരേ സ്റ്റാറ്റസ് കൊണ്ടാണ്, ഒരേ രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് അങ്ങനെയല്ല പഠിപ്പിച്ചേക്കുന്നത്. എല്ലാത്തിനും എല്ലാ രീതികളും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ പോകാൻ പഠിക്കണം. ഇനിയും ഞാൻ ദൈവം ന്യായാധിപതിയാണെന്നുള്ള കാര്യം മാത്രമേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 76-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യം വായിച്ചാട്ടെ. 76-ാം സങ്കീർത്തനം അതിന്റെ 8-9 വാക്യം. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിക്കുവാൻ. അപ്പൊ വിധി കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോടതി ചെന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിധി കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് സ്വർഗീയ കോടതിയിൽ ചെന്ന് നിങ്ങളുടെ വിധി കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനവിടെ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ പാസ്റ്റർ, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് സ്വർഗീയ കോടതിയിൽ എങ്ങനെ പോകുന്നതാണ്? അതാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളെ കോടതി കാണിക്കാമെന്ന് പറഞ്ഞത്. ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് തീരത്തില്ല. ലീഗലായിട്ടും നമുക്കെതിരായ പ്രോബ്ലങ്ങളുണ്ട്. അത് ലീഗലായിട്ട് നമ്മൾ ചെന്നെങ്കിൽ മാത്രമേ തീരത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവരാജ്യം കർത്താവ് വന്ന് പഠിപ്പിച്ചത്. സ്വർഗരാജ്യം, ദൈവരാജ്യം, ഇതിനെ വെറുതെ തള്ളി പുറത്ത് കളഞ്ഞിരിക്കുക. അവിടെയാണ് കോടതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവൻ എവിടെ ഇരിക്കുന്നവന്നെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത് നിങ്ങൾ ഇവരുടെ രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് കാണാൻ സാധിക്കും, അവൻ യഹോവയെ സേവിച്ചു, എന്റെ ദാസനായ ദാവീദിനെ പോലെ അല്ലാതാനും എന്ന് എല്ലാ രാജാക്കന്മാരെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം? ദാവീദ് ഇരുന്ന സിംഹാസനത്തിന്റെ നീതിയും ന്യായവുമാണ് ദൈവം നടത്തുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട്, പലരും പറയാറുണ്ട്, ദാവീദ് തന്റെ മക്കളെ വിധിച്ചില്ല, ന്യായം വിധിച്ചില്ല എന്ന്. അതിനെപ്പറ്റി പിന്നീട് ഒരു ദിവസം പറയാം. യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിച്ചാട് നിർത്താൻ. യെശയ്യാവ് 33:22. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. കർത്താവിന്റെ ദാസി പോകുന്ന വിഷയത്തെ ആരെടുക്ക കൊണ്ട് ചെന്നാൽ ആരെ കൊണ്ടും രക്ഷിക്കാൻ പറ്റത്തില്ല. ആരെ കൊണ്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെടുക്ക ചെല്ലണം? കോടതിയിൽ ചെല്ലണം. എവിടെ ചെല്ലണം? കോടതിയിൽ പോകണം. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഉടനെ 18-ാമത്തെ ലൂക്കോസ് 18-ാം അധ്യായത്തിനകത്ത് ഒരു ന്യായാധിപനെ കാണുന്നുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ല. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്. ആരാണ്? ജഡ്ജ്. കർത്താവിന്റെ ദാസനെ അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാട്ടെ. 1-2 വാക്യം. ലൂക്കോസ് 18-ന്റെ 1-2 വാക്യം. Then he spoke a parable to them, that men always ought to pray and not lose heart, saying, there was in a certain city a judge who did not fear God nor regard man. Now there was a widow in that city, and she came to him, saying, get justice for me from my adversary. Thank you. നിങ്ങൾ അവിടെ അഡ്വൈസറിയെ കണ്ടു, എനിക്ക് ജസ്റ്റിസ് വേണമെന്ന് പറഞ്ഞ ആ വിഡോ ചെല്ലുന്നത് എവിടെയാണ്? ഒരു കോടതിയിലാണ്. ആ കോടതിയിലെ ന്യായാധിപൻ എങ്ങനെയുള്ളവനാണ്? ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്ത. ഞാൻ കർത്താവ് ഈ സ്ത്രീയെ, വിധവയായ സ്ത്രീയെ എന്തിനാണ് ഈ ജഡ്ജ് ഒരു മനുഷ്യനെ ഭയമില്ല, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്തവനടുത്ത് നീ വിട്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യമാണ് കോടതിയുടെ കേസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കർത്താവ് പഠിപ്പിക്കണമെന്നുള്ളത്. നമ്മള് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുക. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതാണ്, കോടതിയാണ്. എങ്ങനെയാണ് കോടതിയെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. മക്കളെ,
ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 66 യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യഹോവ അഗ്നി കൊണ്ടും വാളുകൊണ്ടും സർവ്വജനത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹിതന്മാർ വളരെ ആയിരിക്കും. അടുത്ത വാക്യം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിനകത്ത് ന്യായപ്രമാണ കർത്താവും ന്യായാധിപനും ഒരുവനേ ഉള്ളൂ. ന്യായാധിപതി ന്യായപ്രമാണ കർത്താവ് ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. ദൈവമക്കളെ, നമുക്ക് ഈ ന്യായാധിപന്റെ അടുക്കൽ പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. അനേകരുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരാത്തതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കോടതിയെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വളരെ കെയർഫുള്ളായിട്ട് ഇത് പഠിച്ചാൽ നിങ്ങളുടെ പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം ദാസനിൽ കൂടെ കേൾപ്പിച്ച നല്ല ദൈവികാരാധനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. നമ്മൾ ഈ വിഷയം നേരത്തെ പഠിച്ചതാണെങ്കിലും പലരും പുതുതായിട്ട് ഉള്ളവരായതുകൊണ്ട് ഈ വിഷയം അത് നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. ആഴമേറിയ ഒരു വിഷയമാണ്. നിങ്ങൾ ആ നോട്ട്സ് എഴുതിയെടുക്കണം. എന്നിട്ട് ഇത് വായിക്കണമെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എങ്ങനെ നമുക്കെതിരായിട്ടൊരു അക്യൂസർ, അഡ്വേഴ്സറി ഉണ്ട്. അവൻ നമ്മളെ കുറ്റം ചുമത്തുവാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കാം, അല്ലെ ആ നീതിന്യായ കോടതിയിൽ നിന്ന് എങ്ങനെ നീതി പ്രാപിക്കാം എന്നാണല്ലോ ദാസൻ പറഞ്ഞു വരുന്നത്. ഈ വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ദാസൻ കൂടുതലായിട്ട് ഷെയർ ചെയ്യുമല്ലോ. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്, ആമേൻ, ദൈവ ആ കോടതിയെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുന്നതിന് എങ്ങനെ നമ്മൾ ദൈവത്തോട് അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലാകുന്നതിന് ഇടയാകുമല്ലോ. ഈ കേട്ട വചനങ്ങൾക്കാട് ദൈവത്തെ സ്തുതിക്കാം. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ താഴ്ച സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.